എല്ലാവർക്കും നമസ്കാരം. ടാമറിൻഡ് അഥവാ വാളൻ പുളിമരം എങ്ങനെ ബോൺസായി ആയി വളർത്താം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബോൺസായി എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പ്രകൃതിയിൽ കാണുന്ന മരങ്ങളെ അവയുടെ സ്വാഭാവികത ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ കുഞ്ഞു മരങ്ങളായി ആഴം കുറഞ്ഞ പാത്രങ്ങളിൽ വളർത്തിയെടുക്കുന്ന ഒരു കലാരൂപമാണിത്. മറ്റേതൊരു കലയും പോലെ അല്പം സൗന്ദര്യബോധവും ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും ബോൺസായി വളർത്താവുന്നതേ ഉള്ളൂ. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ഹോബി വേറെ ഇല്ല എന്ന് അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ബോൺസായി എന്നത് ജീവനുള്ള ഒരു കലാരൂപമാണ്, അതായത് എ ലിവിങ് ആർട്ട് ഫോം. ഇനി വാളൻപുളി ബോൺസായി മരത്തെക്കുറിച്ച് പറയാം. കേരളത്തിലും തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വളരെ സുലഭമായി കാണുന്ന മരമാണല്ലോ വാളൻപുളി. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ, അതായത് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ബോൺസായിയായി വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ മരം കൂടിയാണിത്. ടാമറിൻഡസ് ഇൻഡിക്ക എന്നാണ് ഈ മരത്തിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ആർച്ചിങ് ബ്രാഞ്ചസ് അഥവാ പന്തലിച്ച് വളരുന്ന ശിഖരങ്ങൾ, ചെറിയ ഇലകൾ, പൂക്കൾ, കായ്കൾ എന്നിങ്ങനെ ഒരു ബോൺസായി മരത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ ഒരു മരമാണ് വാളൻപുളി. വ്യക്തമായി കാണാൻ സാധിക്കുന്ന ട്രങ്ക് അല്ലെങ്കിൽ തായ്തടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിത്ത് മുളപ്പിച്ചാണ് സാധാരണയായി വാളൻപുളി മരത്തിൻ്റെ തൈകൾ വളർത്തുന്നത്. പക്ഷേ ഈ രീതി സ്വീകരിച്ചാൽ നമ്മുടെ ബോൺസായി മരം അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്താൻ കൂടുതൽ സമയം വേണ്ടിവരും. തൈകൾ വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വളർച്ചയുടെ ദൈർഘ്യം ലാഭിക്കാം എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വലിയ പുളിമരത്തിൻ്റെ ചുവട്ടിൽ വളരുന്ന തൈകൾ നമുക്ക് നേരിട്ട് സംഘടിപ്പിച്ചും വളർത്താൻ സാധിക്കും. പുളിമരത്തിൻ്റെ തൈ ശേഖരിച്ചു കഴിഞ്ഞാൽ നടാനുള്ള ചട്ടി തയ്യാറാക്കാം, അതായത് ട്രെയിനിങ് പോട്ട്. ഇതിനായി ഒരു സാധാരണ ചെടിച്ചട്ടി മതിയാകും. മണ്ണ്, ഉണങ്ങിയ ചാണകപ്പൊടി, മണൽ, കോക്കോപീറ്റ് എന്നിവ തുല്യ അളവിൽ യോജിപ്പിച്ച് നല്ല നീർവാർച്ചയുള്ള നടിയിൽ മിശ്രിതം തയ്യാറാക്കാം. ബോൺസായി വളർച്ചയുടെ ആദ്യഘട്ടമായ ട്രെയിനിങ് പീരീഡിൽ നന്നായി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ദിവസവും നനച്ചു കൊടുക്കുകയും കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗം നടത്തുകയും ചെയ്യണം. പ്രൂണിംഗ് നടത്തി ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ മുറിച്ചു മാറ്റാം. അതുപോലെ വയറിംഗ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ ശിഖരങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യാം. നമ്മുടെ വാളൻപുളി ബോൺസായി നന്നായി വളരുന്നതിന് സൂര്യപ്രകാശം ആവശ്യമാണ്. എന്നാൽ ദിവസം മുഴുവനും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇലകൾ കരിഞ്ഞു പോകുന്നതിന് ഇത് കാരണമാകും. ഏകദേശം 2-3 വർഷങ്ങൾക്ക് ശേഷം ഈ ബോൺസായി മരം യഥാർത്ഥ ബോൺസായി ചട്ടിയിലേക്ക് മാറ്റി നടാൻ നമുക്ക് സാധിക്കും. അപ്പോഴും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ തയ്യാറാക്കിയ പോട്ടിംഗ് മീഡിയം മതിയാകും. കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗം, പ്രൂണിംഗ് എന്നിവ നടത്താൻ മറക്കരുത്. അതുപോലെ 2 വർഷം കൂടുമ്പോഴെങ്കിലും റീപോട്ടിംഗ് നടത്തുകയും ചെയ്യണം. ഈ രീതിയിൽ ഒരു വാളൻപുളിമരം ബോൺസായി നിങ്ങൾക്കും തീർച്ചയായും വളർത്താൻ സാധിക്കും. ഈ വീഡിയോയിൽ കാണുന്ന വാളൻപുളി ബോൺസായി മരങ്ങളെല്ലാം ഞങ്ങളുടെ ശേഖരത്തിൽ നിന്നുള്ളതാണ്. ഇവയെല്ലാം തന്നെ ഏകദേശം 20 വർഷത്തിലധികം പ്രായമുള്ളവയുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.